സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. പക്ഷെ മാഷേ, ഈ CCTV നിരീക്ഷിക്കാൻ ആരെ കൊണ്ടുവരും നമ്മൾ? ഇതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ജയിലിലെ തടവുകാരുടെ ഈ തെറ്റായ നിലക്കുള്ള നിലപാടുകൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ ജയിലിൽ കുറെ കൂടി ജോലിഭാരം കുറക്കുന്നതിനും അതുപോലെ തടവുകാരുടെ അവരുടെ സൗകര്യങ്ങൾ കുറെ കൂടി, കാരണം ജയിലെന്ന് പറയുന്ന പഴയ കാലങ്ങളിലെ പോലെ പ്രിസൺ ആളുകൾ അടച്ചിടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല ആധുനിക കറക്ഷണൽ സെന്റേഴ്സ് എന്നുള്ള നിലക്കാണ് കാണുന്നത്. അല്ല അപ്പം അതുകൊണ്ട് അതെല്ലാം വളരെ ഗൗരവതരമായ നിലയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാലമത്രയും LDFന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന 2014 ജയിൽ വകുപ്പിൽ ആകെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എന്ന ഒരു നിലപാടല്ല എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത് എന്താണ് എന്നതൊരു പ്രശ്നമുണ്ട്. വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ണു തുറന്നു മനുഷ്യൻ കാണുന്ന ദൃശ്യങ്ങൾക്ക് മുന്നിലിരുന്ന് വളരെ ഗംഭീരമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇല്ല. കേരളം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ജയിൽ എടുത്തു ചാടി തിരിച്ചു വരുന്നു. അതിമാനുഷനായ ഒരു കഥാപാത്രത്തിന്റെ സകല പരിവേഷങ്ങളോടും കൂടി കേരള പോലീസിനെയും ജയിൽ വകുപ്പിനെയും ജയിൽ ഉദ്യോഗസ്ഥരെയും ഒക്കെ അമ്പാടെ തലകുനിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ വീരസാഹസിക കൃത്യം കാണിച്ചതിന് ശേഷം തിരികെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മികച്ചതാണെന്ന് കാണാം എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്നില്ല എന്ന് കേട്ടാൽ തോന്നുക കേരള ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ജയിൽ ചാട്ടമാണ് ഗോവിന്ദചാമിയുടേതെന്ന. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ കേരളത്തിൽ തന്നെ 2011 2013 അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം ജയിലിൽ നിന്ന് 5 പേര് ചാടിപ്പോയ കാര്യം സംബന്ധിച്ച് നമ്മളാരും മറന്നുപോയിട്ടുള്ളതല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം ഒന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ പഞ്ചാബിലെ അവിടുത്തെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ജഗ്താർ സിംഗ് പവാർ അദ്ദേഹം ജയിൽ ചാടിയതാണ്. ചാൾസ് ശോഭാരാജനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ജയിൽ ചാടിയിട്ടുണ്ട്, അറിയപ്പെടുന്ന ക്രിമിനലാണ്. ഞാൻ പറയുന്നത് പ്രശ്നം ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടമല്ല, ആദ്യത്തെ സർക്കാരുമല്ലല്ലോ നമ്മുടേത്. നമ്മുടെ മേന്മകളെല്ലാം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദിത്തം കൂടി ഉണ്ടാവണ്ടേ? അവിടെ പക്ഷെ എവിടെ നിന്നോ ഒരു സിസ്റ്റം വന്ന് അതിന്റെ നടുക്ക് നിൽക്കുകയാണ് സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ. ശരിയല്ല അത്. ഇതിപ്പോ 2011 13 നടന്നിരിക്കുന്ന 5 ജയിൽ ചാട്ടങ്ങളെ സംബന്ധിച്ച് പേരും അവരുടെ കേസ് സംബന്ധിച്ചൊക്കെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇവിടെ LDFന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിലുള്ള ജയിൽ സംവിധാനത്തെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ. ഇപ്പോൾ LDFന്റെ ഗവൺമെന്റ് വരുന്ന കാലത്ത് കേരളത്തിലെ ആകെ ജയിൽ സ്ട്രെങ്ത് 1647 ഇന്ന് അവരുടെ എണ്ണം 2168. അവരുടെ ജയിൽ ഭാരം അവരുടെ തൊഴിൽ ഭാരം പരിഗണിച്ചുകൊണ്ട് ആളുകളുടെ ഒരുപാട് പോസ്റ്റുകൾ അനുവദിച്ചു. ഇന്നിപ്പോൾ അത്യപൂർവമായ നിലക്ക് മാത്രമേ ഇവിടെ വേക്കൻസികൾ നിലവിലുള്ളൂ. എന്നു മാത്രമല്ല, നിങ്ങൾക്ക് ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ ഈ കേരളത്തിൽ ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവാർഡുകൾ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമില്ല. മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള നമ്മുടെ സർക്കാരിന്റെ നേട്ടമല്ലേ? തീർച്ചയായിട്ടും. അപ്പോ വീഴ്ച മാത്രം സർക്കാരിനില്ല അല്ല, അങ്ങനെയല്ല. ആ നേട്ടങ്ങളെല്ലാം ഉള്ള സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ സമീപകാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം യാദൃച്ഛികമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് എത്ര കർശനമായ നിലപാട് പറഞ്ഞാലും ഉണ്ടാവാതിരിക്കില്ല. എന്നാൽ നടക്കുന്ന കാര്യം എന്താ? നടക്കുന്ന കാര്യം അത്തരം ചെറു സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ ജനറലൈസ് ചെയ്ത് ആ മേഖലയാകെ തന്നെ വളരെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് അവിടെ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചു, നിർഭാഗ്യരാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് നടന്ന കാര്യം എന്താ? ഈ കേരളത്തിലെ ഗവൺമെന്റ് മരണവ്യാപാരികളാണോ എന്ന ചർച്ചയാണ്. കേരളത്തിലെ ആരോഗ്യരംഗമാകത്തിന് വെന്റിലേറ്റർ എന്ന ചർച്ചയാണ്. ഇലക്ട്രിസിറ്റിയുടെ കമ്പി പിടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു. എന്താ ചർച്ച? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ എന്തോ കൊള്ളരുതായ്മ കൊണ്ടാണ് ആ കുട്ടി മരിച്ചതെന്നാണ്. എന്നാൽ അതേ അവസരം ആംബുലൻസ് തടഞ്ഞിട്ട് ഒരു ഇവിടെ ഉണ്ടായിട്ടില്ല. മരണവ്യാപാരി എന്ന വാക്ക് പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ പ്രതിപക്ഷത്തിനെതിരെയാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു. അപ്പോ അത്തരമൊരു ചർച്ച എന്തായാലും ഇവിടെ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമം ആ തലക്കെട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ കൃത്യമായതെടുത്ത് പറയുകയും ചെയ്യാം. ഈ വിഷയത്തിൽ കഴിഞ്ഞ 2-3 ദിവസം ആ സംഭവം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്ത ഒരാളാണ് ഞാൻ. മരണവ്യാപാരികളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണോ എന്ന തലക്കെട്ടിലും ഈ സ്ഥാപനത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ആരോഗ്യകരമായ ചർച്ച എന്നുള്ളതാണ് ഇവിടുത്തെ നയം. എനിക്ക് അതിനെ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ
പിന്നെ അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചെയ്യുന്ന ഒരു കാര്യം, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അത് സർക്കാരിന് മുഴുവൻ പരാജയം എന്ന നിലയ്ക്ക് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി കുറച്ചു കാലമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയുമോ? എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുവരെയുള്ള കിട്ടിയ മുഴുവൻ പൊന്തൂവലും എടുത്തങ്ങ് മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ പൊന്തൂവലിനെ മുഴുവനും ചീകി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ വീഴ്ചയെ പറ്റി ചർച്ച ചെയ്യുള്ളൂ എന്ന് പറയാണ്. മാഷിപ്പോ പറഞ്ഞ് കേരളത്തിന് മുഴുവൻ അവാർഡും പറയും, പക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം പറയില്ല. ഇത് നിങ്ങൾ ഒരു കാര്യത്തെ ഇപ്പോ മാധു ഒരു നല്ല മാധ്യമ പ്രവർത്തകയാണ് എന്ന് എങ്ങനെയാ ജനം വിലയിരുത്തുന്നത്? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുണ്ടായിട്ട് തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ ജനറൽ പെർഫോമൻസ് എന്താണ് എന്ന് നോക്കിയാണ് മാധു മോശമല്ലാത്തൊരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് കേരളം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ കാര്യത്തെ വെച്ചുകൊണ്ടാണ് വിലയിരുത്തുക. നിർഭാഗ്യവശാൽ നടക്കുന്നത് ഇവിടെ വിലയിരുത്തൽ ഒരു പ്രത്യേക കാര്യത്തെ വെച്ചുകൊണ്ട് സംഭവത്തെ ആകെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. അത് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു പണിയല്ല. നിങ്ങളിപ്പോൾ 99% ശരിയുണ്ടാകുമ്പോൾ 1% തെറ്റ് സ്വാഭാവികമാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത് ശരിയല്ല. മരത്തെയും കാടിനെയും ഒരുപോലെ താരതമ്യം ചെയ്യാനും പാടില്ല. ഇപ്പൊ ഞാനൊരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത് ജനങ്ങളുടെ ചെലവിൽ അല്ലെങ്കിൽ അവരുടെ നികുതി പണം വെച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംവിധാനമേ അല്ല. സാലറി മേടിക്കുന്നതും അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അങ്ങനെയല്ല, അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻ ഉണ്ട് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ കിട്ടുന്ന വലിയ അധികാരമാണ്. പക്ഷേ ഇത് 5 വർഷക്കാലത്തേക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇതാ 9 വർഷക്കാലം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം അത്രത്തോളം ഉണ്ട്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പോൾ നമുക്ക് ഒരാളുടെ പ്രവർത്തനത്തെയോ ഒരാളുടെ മേന്മയോ ഒരാളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗുണത്തെയോ ഒന്നും നമുക്കൊരു സർക്കാരുമായിട്ട് താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ കഴിയില്ല. മരം വെച്ച് കാടിനെ അളക്കരുത് എന്ന് മാഷ് പറഞ്ഞതിനെ ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യണമല്ലോ. ഇപ്പോൾ ആരോഗ്യരംഗത്ത് 5 കൊല്ലക്കാലം ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണല്ലോ ഈ ഗവൺമെന്റ് തൊട്ടു മുമ്പിലുള്ള ഗവൺമെന്റ്. ഒരു സന്ദർഭത്തിലും ആ കാലത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗം വെന്റിലേറ്ററായ സമയമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലം. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പഠിക്കാൻ പോകാതിരുന്ന കാലം, ആശുപത്രികളിൽ നാട്ടുകാർക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു കാലം, നമ്മുടെ റേഷൻ ഷോപ്പുകളാകെ തന്നെ മാറാല കെട്ടിക്കിടന്നിരുന്ന കാലം. നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും അതിനോടല്ല. ഒരു ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് തൊട്ട് മുമ്പിലുണ്ടായ ഗവൺമെന്റുമായിട്ടാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും മറ്റുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട, ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഉറപ്പ് നൽകേണ്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരുകളെ താരതമ്യം ചെയ്യുന്നത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ക്ഷണിച്ചു വരുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. നമ്മുടെ ജയിലുകളുടെ പരിധി സംബന്ധിച്ച് ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ശരിയാണ്. അതിലേറെക്കുറെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിലും അംഗീകൃത പാർപ്പിട ശേഷി എന്ന് പറയുന്നത് 7367 നിലവിലുള്ളത് 10375 തടവുകാരാണ്. സ്വാഭാവികമായിട്ടും അവരെ കൃത്യമായി നോക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള മാനവ വിഭവ ശേഷി നമുക്ക് കുറവാണ്. ഇതൊക്കെ ശരിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഇപ്പോൾ ഒരു പുതിയ ജയിൽ എന്ന ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ പുതിയ ജയിൽ നിർമ്മിക്കുകയാണ് എങ്കിൽ തന്നെ അത് ജയിൽ വകുപ്പിന് കീഴിലായിരിക്കുമോ സിസ്റ്റത്തിന് കീഴിലായിരിക്കുമോ? ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വക്താക്കൾ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാ സിസ്റ്റത്തിലും അതിൻ്റെതായ ചില ലൂപ്പ് ഹോൾസ് കാണും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം അന്യായമായ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക എന്തോ ഈ പറയുന്ന ജയിൽ ചാടിയ ആളുകൾക്ക് ഇടതുപക്ഷം അനുകൂലവും കോൺഗ്രസും BJPയും എല്ലാം എതിരാണ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ജനങ്ങൾക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ പങ്കിടുന്നൊരു കാര്യമാണ്. ഒരു കൊടും ക്രിമിനലാണ് അദ്ദേഹം. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഗോവിന്ദച്ചാമിയെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ ശരിപ്പെടുത്തി കളയണം എന്ന് ഏതൊരാൾക്കും തോന്നുന്ന ഒരാളാണ് ഗോവിന്ദച്ചാമി എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം എങ്ങനെയാണ് ഗവൺമെൻറ് ആ കാര്യത്തെ എടുത്തത്? ആ കാര്യം കൂടി ഗൗരവമായിട്ട് ചർച്ച ചെയ്യണമല്ലോ. ഇവിടെ എത്രമാത്രം ഗൗരവത്തോടെ ഇപ്പോൾ ജയിൽ മേധാവി അവിടെ വന്നു. ആ കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര അന്വേഷണ ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണം നടത്തി 4 പേരെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം സംബന്ധിച്ച് തൊട്ടുപിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ധാരാളം തീരുമാനങ്ങൾ നമ്മുടെ ജയിൽ വകുപ്പിനകത്ത് നിലവിലുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട് ധാരാളം തീരുമാനങ്ങൾ എടുത്തു. ഇദ്ദേഹത്തെ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹത്തെ സിംഗിൾ സെല്ലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് ആ കാര്യം ഈ ഗവൺമെന്റ് കാണുന്നത് എന്നുള്ള പോസിറ്റീവ് കാര്യം കാണണ്ടേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രിയാണ് സിസ്റ്റം എന്ന വാക്കു പറഞ്ഞത്. ആരെ പഴിക്കണം എന്നറിയാതെ വലയുന്ന മനുഷ്യർക്ക് മുന്നിൽ അവതരിച്ച ഒന്നാണ് ഈ പുതിയ സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന്. അതുകൊണ്ടാണ് ആവർത്തിച്ച് അത് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തേത്, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് മാഷേ സർക്കാരിന്റെ ഉത്തരവാദിത്തം.
ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതും അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്.